വിളിക്കാം. ഞാനേ ഈ സന്തോഷ വാർത്ത ഷമീറിനെ പോയി പറയട്ടെ. അവിടെ നിന്ന് ഷമീറിന്റെ കാര്യമല്ല, ഇത് ഷെഫീഖിന്റെ കാര്യത്തിനാണ്. ഷെഫീഖിനാണ് പെണ്ണ് നോക്കിയിട്ടുള്ളത്. ഞാൻ ഷമീർ താഴെയുള്ളവനല്ലേ, അവന് ഇനിയും കിടക്കണ കാലം. ആദ്യം മൂത്തവരിക്കുമ്പോൾ അനിയന് കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ആൾക്കാരെന്താ പറയുക? അവൻ്റെ കല്യാണ കാര്യങ്ങൾ എത്ര നേരം ഞാൻ കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായില്ലേ? ഇതുവരെ നിന്റെ സ്വഭാവം മാറിയിട്ടില്ല അല്ലേ? ഇപ്പോൾ ആ സ്വഭാവം തന്നെ. അവൻ്റെ കല്യാണം ഞാൻ നടത്തും. അതും എൻ്റെ മോൻ തന്നെയാ, ഇതും എൻ്റെ മോൻ തന്നെയാ. രണ്ടുപേരിലും ഒന്ന് തന്നെ. ഈ രണ്ടുപേരുടെ ഏതെങ്കിലും ഒന്ന് വെട്ടിക്കഴിഞ്ഞാൽ ആർക്ക് വേനില്ലാണ്ടിരിക്കുമോ? വേനുണ്ടാവും. അപ്പം മൂത്തവൻ്റെ കാര്യം കഴിഞ്ഞിട്ട് വേണം അനിയൻ്റെ കാര്യം നോക്കാൻ. അതാദ്യം പഠിക്കുക. ഇത് ഇങ്ങോട്ട് ചാടിപ്പൊടി ഓടുകയല്ലേ ചെയ്യുക. അവനിക്ക് നല്ലൊരു ആലോചന വരും. ആ സമയമാകുമ്പോൾ നമുക്ക് അവനെ നടത്താം. ഈ കാര്യം അവനിക്ക് വേണ്ടി ഞാൻ റെഡിയാക്കി തന്നിട്ടുള്ളതാണ്. അത് കൂട്ടുകാരൻ്റെ മോളാണ്. അത് നല്ല 100% അവർ തരാമെന്ന് ഉറപ്പുണ്ട്. അവർ അത്രയും എന്നോട് പറഞ്ഞു. ആ കൂട്ടുകാരൻ്റെ മോനില്ല, കുഴപ്പമില്ല, ആ നല്ല ചെക്കന്മാരാണ് എന്ന് പറഞ്ഞപ്പോൾ ശരിയായിക്കോട്ടെ.